ബ്രാഹ്മണൻ കഴിച്ച ഇലയിൽ കടന്ന് ഉരുളുക, അതുപോലെ തന്നെ നിലത്ത് ചോറ് വിളമ്പി അത് കഴിക്കുക. ഇതൊക്കെ നമ്മൾ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലെയും ആചാരത്തിന്റെ ഭാഗമായിട്ട് കേൾക്കുന്ന വാർത്തകളാണല്ലേ. അധ്യാപകർക്ക് പാദപൂജ ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ, അതാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വിവാദം. ആദ്യം നമുക്ക് ആ ഒരു ക്ലിപ്പ് ഒന്ന് കേട്ടോക്കാം അല്ലേ. കാസർഗോഡ് ബന്തെടുക്കയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിപ്പിച്ചതായിട്ടാണ് പരാതി. ബന്തെടുക്കയിൽ കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിലാണ് ഈ പരിപാടി നടന്നത്. വിദ്യാർത്ഥികളെ കൊണ്ട് കാല് പിടിപ്പിക്കാനൊന്നും ഈ അധ്യാപകർക്ക് ഒരു മടിയില്ലേ? ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണിത്. വിരമിച്ച 30 അധ്യാപകരുടെ കാൽ വിദ്യാർത്ഥികളെ കൊണ്ട് വെള്ളം തെളിച്ച് പൂക്കളിട്ട് പൂജിപ്പിക്കുകയായിരുന്നു. ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ വരുന്ന സ്കൂളുകളിലാണല്ലോ ഈ ഒരു സംഭവം പാദപൂജ നടന്നിട്ടുള്ളത്. കാസർഗോഡ് നടന്നു കഴിഞ്ഞ ദിവസം, ഇന്നലെയൊക്കെ ആയിട്ട് ഇന്നലെ കണ്ണൂരിൽ നടന്നു. കണ്ണൂരിലും അതുപോലെ ഒരു സ്കൂളിൽ നടന്നു. സത്യത്തിൽ ഈ ഒരു സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇപ്പോൾ നമ്മളാരും അത്ര വലിയ വ്യാകുലരാവേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പ്രത്യേക ഒരു വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗവും അവരുടെ സ്കൂളുകളും അവരുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ തന്നെയായിരിക്കും ആ ഒരു സ്കൂളുകളിൽ ഉണ്ടായിരിക്കുക. അതിനിഷ്ടപ്പെടുന്ന രക്ഷിതാക്കളുമാണ് ആ ഒരു സ്കൂളിൽ അവരെ കുട്ടികളെ പറഞ്ഞയക്കുകയും ചെയ്യുക. ഇതിങ്ങനെ പടരുകയാണല്ലോ. വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാടു, നേരത്തെ കാസർഗോഡ് കണ്ടു, അതിനുശേഷം മാവേലിക്കരയിൽ കണ്ടു, ഇപ്പോൾ കണ്ണൂരിലുമുണ്ടോ ഈ കാലുപിടുത്തം? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, അതായത് കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളത്തിലും ഇതുപോലത്തെ ആചാരങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ ചെറിയൊരു വിഷമം. കാരണം വിദ്യാസമ്പന്നരായ നമ്മളൊക്കെ ഇതുപോലെ പാദപൂജ ചെയ്തിട്ടൊക്കെ പുണ്യം കിട്ടുക അല്ലെങ്കിൽ അറിവ് നേടുക എന്നൊക്കെ പറയുന്നതിൽ ചെറിയൊരു സങ്കടം അല്ലേ. ഇങ്ങനത്തെയൊക്കെ ചില ആചാരങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മൾ നോർത്ത് ഇന്ത്യനെ അനുകരിക്കുകയാണോ എന്നുള്ള ഒരു സംശയം. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യും.